ആ കൂരയാണ് ഞങ്ങളുടെ ഖലീഫയുടെ വീട്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ തമാശ പറയാണോ? അല്ല, ഞങ്ങൾ കാര്യമായിട്ടായി പറയുന്നത്. അദ്ദേഹം നടന്ന് അവർ പറഞ്ഞ പോലെ ഒരു കളിമണ്ണിന്റെ വീട് കണ്ടു. ആ വീടിന് മുന്നിൽ ആ വീട്ടുകാരനും തന്റെ ഭാര്യയും ചുമരുകൾ മണ്ണുകൊണ്ട് തേച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം വീണ്ടും തിരിച്ചുപോയി. തനിക്ക് വഴി പറഞ്ഞെന്ന ആളുകളോട് ഒന്നുകൂടെ ചോദിച്ചു, അല്ല, നിങ്ങൾ പറഞ്ഞത് ഖലീഫയുടെ വീട് തന്നെയാണോ? തീർച്ചയായും. അപ്പൊ ആ കളിമണ്ണ്, അതെ, അദ്ദേഹം തന്നെ ആയിരിക്കണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾ. അവിടെ ചെന്നു അദ്ദേഹത്തോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. നോക്കുമ്പോൾ അത് തന്നെയായിരുന്നു മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ കണ്ടപ്പോ തന്റെ ഭാര്യ വീടിനകത്തേക്ക് ചെല്ലുന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ചോദിച്ചു, എന്താണ് കാര്യം? കത്ത് കൊടുത്തു. കത്തിന്റെ ഉള്ളടക്കം മനസ്സിലാക്കി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഒരു പേപ്പറിൽ, ഒരു കടലാസിന്റെ കഷ്ണത്തിൽ എന്തൊക്കെയോ കുറിച്ചു കൊടുത്തു. പോയിക്കോളൂ എന്ന് പറഞ്ഞു. ഇത് അവിടുത്തെ മുസ്ലിം ഭരണാധികാരിയുടെ വാലിയുടെ ഗവർണറുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കണം എന്ന് പറഞ്ഞു. ഇദ്ദേഹം തന്നെ അനുഭവം പറയാണ്, ഞാൻ ആ കത്ത് തിരിച്ചു കിട്ടിയപ്പോ വലിയ ഒരു പ്രശ്നം, എന്റെ രാജ്യത്തിന്റെ ഒരു പ്രശ്നം അവതരിപ്പിക്കാൻ വന്നതാണ്. ഞങ്ങൾ നീതി നിഷേധിക്കപ്പെട്ട ആളുകളാണ്, ഞങ്ങൾക്ക് നീതി വേണമെന്ന് ആവശ്യപ്പെടാൻ അവിടുത്തെ ഒരു സമൂഹം എന്നെ പ്രതിനിധിയായി അയച്ചിരിക്കുകയാണ്. അങ്ങനത്തെ എനിക്ക് ഒരു കടലാസിന്റെ കഷ്ണം തന്ന് അത് പിച്ചു ചീന്തിയാലോ വലിച്ചെറിഞ്ഞാലോ എന്നെന്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ എന്നെ ഒരു കൂട്ടം ആളുകൾ കാത്തിരിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ആ കടലാസും എടുത്ത് സമർഖന്ദിലേക്ക് തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. അവിടെ ചെന്നപ്പോ വാലിക്ക് കൊടുത്തു, ഗവർണർക്ക് കൊടുത്തു. അദ്ദേഹം അത് നോക്കിയിട്ട് ഉടനടി അതിന്റെ തീരുമാനങ്ങൾ എടുക്കുകയാണ്. അതിന്റെ ഉള്ളടക്കം ഇന്നതായിരുന്നു. ഇത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഏൽപ്പിച്ചതാണ്. അദ്ദേഹം ഈ കത്ത് സ്വീകരിക്കുന്ന സമയം, പരാതി സ്വീകരിക്കുമ്പോൾ പറഞ്ഞു, ഇത്മഇൻ വഹ്ദഅ ബാലൻ ഫഇന്നൽ ഇസ്ലാം ലാ യഅരിഫു ഗൈറൽ അദ്ൽ. നീ സമാധാനിച്ചിരിക്കണം, ഇസ്ലാം നീതിയല്ലാതെ മറ്റൊന്നുമല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് വിഷമിക്കേണ്ടി വരില്ല എന്ന സമാധാന വാക്കും ഈ കടലാസിന്റെ കഷ്ണവുമാണ്. അതിനകത്തുള്ളത്, നിങ്ങൾ ഒരു ഖാദിയെ നിയമിക്കണം, ഒരു മുസ്ലിം ജഡ്ജിനെ നിയമിക്കണം, ആ ജഡ്ജ് ഈ വിഷയം പരിഹരിക്കണം, കോടതി ഈ വിഷയത്തിൽ ഇടപെടണം എന്ന് മാത്രമാണ്. ഉടനെ തന്നെ ഒരു ഖാദിയെ നിയമിച്ചു. ആ ഖാദി വിഷയത്തിൽ ഇടപെടുകയാണ്. അദ്ദേഹം ചോദിച്ചു, പരാതിക്കാരൻ ആരാണ്? അപ്പൊ അവിടുത്തെ ഒരു പാട്രിയാർക്കീസ് തന്നെയാണ് വന്നത്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ നാട് നിങ്ങളുടെ അനുയായികൾ മുസ്ലിമീങ്ങൾ കടന്നാക്രമിച്ചു.